തൃശ്ശൂർ തിരുവുള്ളക്കാവ് ക്ഷേത്രത്തിൽ നിന്നുള്ള വിവരങ്ങളുമായി അമൽ സുരേന്ദ്രൻ തത്സമയം ചേരുകയാണ്. അമൽ, സുപ്രഭാതം, വിജയദശമി ആശംസകൾ നേരുന്നു. പറയൂ അമൽ, അവിടുത്തെ കാഴ്ച എന്താണ്? വിദ്യാരംഭത്തിന്റെ പോസിറ്റിവിറ്റി നിറഞ്ഞു നിൽക്കുന്ന ഒരു അന്തരീക്ഷത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ആ ഒരു സുപ്രഭാതം നമ്മുടെ പ്രേക്ഷകർക്കും SKNനും വ്യക്തിപരമായി നേരുകയാണ്. ഏതായാലും തിരുവുള്ളക്കാവ്, തൃശ്ശൂർ തിരുവുള്ളക്കാവ് കേരളത്തിലെ പ്രധാനപ്പെട്ട ശാസ്താ ക്ഷേത്രമാണ്. ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ വിദ്യാരംഭത്തിനും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള എഴുത്തിനിരുത്തുക എന്നുള്ളത്. 365 ദിവസത്തിൽ 363 ദിവസങ്ങളും ഇവിടെ എഴുത്തിനിരുത്താൻ സജ്ജമാണ് ഈ ഒരു സരസ്വതി മണ്ഡപം. അതുതന്നെയാണ് ഈ ക്ഷേത്രത്തിന്റെ പ്രാധാന്യവും. ഏതായാലും ഈ ക്ഷേത്രത്തിന് ഈ ഒരു എഴുത്തിനിരുത്തുന്നത് തിരുവുള്ളക്കാവ് വാര്യത്തുള്ള ആളുകളാണ് ഇവിടെ പണ്ടുകാലം മുതൽക്ക് ഇവിടെ എഴുത്തിനിരുത്തുന്നത്. അതിനുവേണ്ടി തന്നെ തൃശ്ശൂരിൽ നിന്നുള്ള പല ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ പുലർച്ചെ മുതൽ ഇവിടെ എത്തിയിട്ടുണ്ട്. കുരുന്നുകൾ നറുചിരിയോടും കൂടി സങ്കടത്തോടും കൂടിയൊക്കെയാണ് അക്ഷരത്തിന്റെ പൊതുലോകത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. കുരുന്നുകൾക്ക് മാത്രമല്ല, അവരുടെ മാതാപിതാക്കൾക്കും ഇത് അസുലഭമായൊരു നിമിഷം തന്നെയാണ്. നമുക്ക് അവരോട് തന്നെ ചോദിക്കാം, ഈ കുഞ്ഞിനെ എഴുത്തിനിരുത്താൻ കൊണ്ടുവന്നാണോ? കരച്ചിലുണ്ടോ? ഇപ്പോ എഴുത്തിനിരുത്തിയോ? മോതിരം എടുത്ത് വായി വെച്ചപ്പോ കുഞ്ഞ് പേടിച്ചു പോയി. മരുന്ന് എന്തോ കൊടുക്കാനാണെന്നും പറഞ്ഞ് അങ്ങനെ. എവിടുന്നാ വരുന്നേ? ഞങ്ങള് തൃശ്ശൂരിന്നാ. ഇവിടെ തിരുവുള്ളക്കാവ് ക്ഷേത്രത്തിൽ നേരത്തെ വന്നിട്ടുള്ളതാണോ? വന്നിട്ടുണ്ട്, എല്ലാ വർഷവും വരും. ഒരു പ്രത്യേകത, 363 ദിവസവും ഇവിടെ. അതെ, നല്ല ഇതാണ്, എല്ലാ വർഷമുണ്ട്, ദിവസമുണ്ട്. അതെ, ഇവിടെ 363 ദിവസവും എഴുത്തിനിരുത്താനുള്ള സൗകര്യമുണ്ട് എന്നതോടൊപ്പം തന്നെ പ്രധാനമാണ് ഇവിടുത്തെ സരസ്വതി പൂജ. അത് ഒരാഴ്ചയോളം നീണ്ടു നിൽക്കുന്ന സരസ്വതി പൂജയ്ക്കും ഇവിടെ ആളുകൾ കൂടുന്ന ഒരു സാഹചര്യമുണ്ട്. ഏതായാലും ഈ ഒരു ക്ഷേത്രത്തിന്റെ പരിസരത്ത് ഇത്തരത്തിൽ കുരുന്നുകളെ, ദക്ഷിണേന്ത്യയിൽ അടക്കം ഉള്ള ഒരു പ്രധാനപ്പെട്ട ചടങ്ങാണ് കുട്ടികളെ ആദ്യാക്ഷരം കുറിക്കാൻ വേണ്ടിയിട്ടുള്ള വിദ്യാരംഭ ദിവസം ഇതിനെ എഴുത്തിനിരുത്തുക എന്നുള്ളത്. ഇതിന്റെ ഭാഗമായി ആദ്യം സ്വർണം കൊണ്ട് നാവിൽ എഴുതുകയും പിന്നീട് വിരലിൽ പിടിച്ച എഴുത്താശാന്മാർ അരിയിൽ അക്ഷരങ്ങൾ, മലയാളത്തിലും ഉള്ള അക്ഷരങ്ങൾ എഴുതുകയും ആദ്യം ഹരിശ്രീ എഴുതിപ്പിക്കുകയും പിന്നീട് മലയാള അക്ഷരങ്ങളിലേക്ക് കടക്കുകയുമാണ്. ഈ എഴുത്തിനിരുത്തി കരച്ചിലൊക്കെ ആയിട്ട് വരുന്ന കുട്ടികളെ ഒന്ന് സന്തോഷിപ്പിക്കുവാൻ വേണ്ടി ഒരു എഞ്ച് വടിയും അക്ഷരങ്ങൾ നിറച്ച ഒരു ചെറിയ പുസ്തകവും ഈ ഒരു ക്ഷേത്രത്തിന്റെ ദേവസ്വത്തിന്റെ ഭാഗമായിട്ട് ഈ കുട്ടികൾക്ക് നൽകുന്നുമുണ്ട്. ഏതായാലും എഴുത്താശാന്മാരെല്ലാം രാവിലെ തന്നെ എത്തി പുലർച്ചെ തന്നെ ഇവിടെ ചടങ്ങുകളെല്ലാം ആരംഭിച്ചു. ഏതായാലും ഇപ്പോൾ ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. കേരളത്തിലെ മറ്റ് ക്ഷേത്രങ്ങളിൽ ഉള്ളതുപോലെ തന്നെ അതിവിപുലമായി തന്നെയാണ് ഇവിടെയും എഴുത്തിനിരുത്തൽ ചടങ്ങുകൾ നടക്കുന്നത്. SKN. ഓക്കെ, താങ്ക് യു അമൽ സുരേന്ദ്രൻ. തൃശ്ശൂർ തിരുവള്ളക്കാവ് ക്ഷേത്രത്തിൽ നിന്നാണ് അമൽ ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.